നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫ്ലുമിനൻസിനെതിരെയുള്ള കളിക്ക് ശേഷം നെയ്മർ ജൂനിയർ ആകെ നിരാശനായിരുന്നു. ഇനി ഈ മത്സരം കളിക്കണോ, കോർട്ടിബയ്ക്കെതിരെയുള്ള കോപ്പ ഡു ബ്രസീൽ മത്സരം കളിക്കണോ എന്ന് പോലും അദ്ദേഹം സംശയിച്ചിരുന്നു. ഇപ്പോഴത്തെ സാൻഡോസ് കാര്യം കൺഫേം ചെയ്യുന്നു, അദ്ദേഹം കളിക്കും. ഇന്നാണ് കോപ്പ ഡു ബ്രസീലിൻ്റെ 5th റൗണ്ടിൽ സാൻഡോസും കോർട്ടിബയും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 4 മണിക്കാണ് കളി. ആ കളിക്ക് നെയ്മർ ഉണ്ടാകും. ഇപ്പോൾ ഒഫീഷ്യൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു സാൻഡോസ്, അതിൽ നെയ്മറുണ്ട്. ഇപ്പോൾ UAE ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്പർ 10 അതായത് നെയ്മർ ജൂനിയറുടെ പാർട്ടിസിപ്പേഷൻ ഡൗട്ട്ഫുൾ ആയിരുന്നു. ഫ്ലുമിനൻസിനെതിരെയുള്ള കളിക്ക് ശേഷം അദ്ദേഹം അത്രയധികം നിരാശനായിരുന്നു. ലോക്കർ റൂമിൽ അദ്ദേഹം വളരെയധികം സങ്കടപ്പെട്ടിരുന്നു, അധികമൊന്നും സംസാരിക്കാതിരുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ വളരെ നിരാശയുടേതായിരുന്നു. കഴിഞ്ഞ ട്രെയിനിങ് സെഷനിലും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്യൂസ്ഡേ അദ്ദേഹം കളിക്കും എന്നുള്ളത് ഒടുവിൽ തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും കുഖ, അതായത് അവരുടെ പുതിയ കോച്ച്, നെയ്മർ ജൂനിയറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ടീമിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കി. സാൻഡോസ് മുന്നോട്ട് പോകണമെങ്കിൽ നെയ്മർ അത്യാവശ്യമാണ് എന്ന് തന്നെ കുഖ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ നെയ്മർ ജൂനിയർ വേൾഡ് കപ്പ് റോസ്റ്ററിൽ ഉൾപ്പെടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അതും അടുത്ത് സാധ്യതയില്ല എന്നൊരു തോന്നലിൽ നെയ്മർ എല്ലാം വിട്ടെറിഞ്ഞ് ഇത് കളിക്കണ്ട എന്നൊക്കെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, ആ തീരുമാനം മാറ്റുന്നു. നെയ്മർ ജൂനിയർ കളിക്കാൻ ഒരുങ്ങുന്നു. ഇന്നത്തെ കളിക്ക് നെയ്മർ ഉണ്ടാകും എന്ന് കൺഫേം ചെയ്യപ്പെടുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.